നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് വിൻസെന്റ് ജോസഫ് സാറാണ്. സാറിനെ കുറിച്ച് നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. 2 ദിവസവും സാറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ശ്രവിച്ചതാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ 2 ദിവസമായിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ സമയപരിമിതി കൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നമുക്ക് ആ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് വളരെ നാളത്തെ പരിചയ സമ്പന്നനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് വിൻസെന്റ് ജോസഫ് സാറ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ സെക്കൻഡ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ വെൽക്കം ഓവർ ടു യു വിൻസെന്റ് ജോസഫ് സാർ. താങ്ക് യു ഷബാസ് മാം, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് നമ്മൾ ആലീസ് മാമിന്റെ മനോഹരമായ സെഷൻ ഏറ്റവും മനോഹരമായിരുന്നു. എല്ലാവരും ഒന്ന് ഒരു ഹാർട്ടൊക്കെ കൊടുത്ത് ഒന്ന് അനുമോദിച്ച് മനോഹരമായ സെഷൻസ്. അപ്പൊ നമ്മളിതിപ്പോ ഈ 3 ദിവസത്തെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷനാണ്. കാരണം ഇതൊരു ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ, ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ഓഫ് മാൻ ആൻഡ് വുമൺ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. 2-ാം ദിവസം കണ്ടത്, ആദ്യത്തെ ദിവസം ഇൻട്രൊഡക്ഷൻ കണ്ടു. 2-ാം ദിവസം പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആൻഡ് മാരേജ്. അതിൽ കണ്ടത് എന്താ? ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ആ ജീവിത പങ്കാളിയുടെ വ്യത്യസ്തതകളെ ആഘോഷിക്കുക. ദാറ്റ് ഈസ് സെലിബ്രേറ്റ് ദി യുണീക്നെസ് ഓഫ് ദി യുവർ ലൈഫ് പാർട്ട്ണർ. ഇനി ഇവിടെ വരുന്ന ഒരു കേസ് ഉണ്ട്, സൈക്കോളജി ഓഫ് മാൻ ആൻഡ് വുമൺ, സ്ത്രീ പുരുഷ മനഃശാസ്ത്രം. അപ്പൊ വരുന്ന ചോദ്യമുണ്ട്, ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം അത് നാച്ചുറൽ ആണോ അതോ നർച്ചറാണോ? അതായത് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വരുന്നതാണോ അതോ സ്വാഭാവികമായിട്ടും വരുന്നതാണോ? നമ്മൾ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ഒക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒത്തിരി ചർച്ചകളും ഒത്തിരി കോൺട്രവേഴ്സീസും ഉണ്ട്. അത് കണ്ടീഷൻഡ് ആണ്, അത് നർച്ചറിങ് ആണ്, അത് അങ്ങനെയൊക്കെ ഉള്ളത് നർച്ചറിങ് ആണ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഈ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2 പാർട്ടി ഉണ്ടാവും. ഭർത്താവ് ഒരു വശത്ത്, ഭാര്യ വേറെ വശത്ത്. ഈ 2 പേരും ഉപയോഗിക്കുന്ന മായിൽ ആരംഭിക്കുന്ന ഒരു വാക്കുണ്ട്. ആർക്ക് വേണേൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 2 പാർട്ടി ഉണ്ടാകും. ഭർത്താവ് ഒരു വശത്ത്, ഭാര്യ വേറെ വശത്ത്. ഈ 2 പേരും ഉപയോഗിക്കുന്ന മായിൽ മാ ചേർത്ത് ഒത്തിരി വാക്കുകൾ ഉണ്ടോ. ആ വാക്കല്ല ഉദ്ദേശിക്കുന്നത്, ഡിക്ഷണറിയിലുള്ള വാക്ക് തന്നെ, ഇല്ലാത്ത വാക്കുകളല്ല. ഈ മായിൽ ആരംഭിക്കുന്ന വാക്ക് ആർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. നമ്മൾ സാധാരണക്ക് പറയുന്ന കാര്യമാണ്. മനുഷ്യ എന്നുള്ളതല്ല, മായിൽ ആരംഭിക്കുന്ന വാക്ക്. അത് കുടുംബത്തിൽ മര്യാദ അല്ല. ഭർത്താവ് പറയാം, ക്ലൂ തരാം. ഭർത്താവ് പറയും, ഞാൻ എന്തോരം അധ്വാനിച്ചാലും ഇവളെന്നെ ഭാര്യ പറയും, ഞാൻ എന്തോരം ത്യാഗം സഹിച്ചാലും ഈ ദുഷ്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് നോക്കുക, ഭർത്താവ് ഭാര്യയുടെ മനസ്സറിയണം. നമ്മളിപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. സെപ്പറേറ്റഡ് കപ്പിൾസ്, ദെൻ സർവൈവിംഗ് കപ്പിൾസ്, ത്രൈവിംഗ് കപ്പിൾസ്, തഴച്ചു വളരുന്ന ദാമ്പത്യം. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കോൺഫ്ലിക്റ്റ് സ്വാഭാവികമാണ്. കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മിത്ത്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അത് ഉണ്ടാകുമ്പോൾ ഒരു അതായത് എന്നെ മനസ്സിലാക്കുന്നില്ല. എന്താ ഈ മനസ്സിലാക്കുക? ഭർത്താവ് പറയാണ്, ഇവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഭാര്യ പറയാ, ഇദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്താ അവിടെ? നാച്ചുറൽ ആണോ നർച്ചറാണോ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നാച്ചുറൽ ആണോ അത് നർച്ചറാണോ? അംബിക മാം, നർച്ചറാണോ നാച്ചുറൽ ആണോ? രണ്ടുമുണ്ട്. പക്ഷെ ഏതാണ്? രണ്ടും വരാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഒരു കാര്യം, കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് ഉൾക്കാഴ്ച കിട്ടാൻ ഞാൻ ഒരു കൗൺസിലിംഗ് സെഷൻ, ഒരു അനുഭവം പങ്കുവെക്കാം.
കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ കുടുംബ കോടതിയിൽ വന്ന അത് പക്ഷെ ഡിവോഴ്സിലേക്ക് പോയില്ല കേട്ടോ. ഭാര്യ വന്ന് പറഞ്ഞ് വിവാഹമോചനം വേണം. അവർ പറഞ്ഞ റീസൺ എന്നറിയോ? ഈ മനുഷ്യനുമായിട്ട് കണക്ട് ആകുന്നില്ല. വാക്കുപയോഗിച്ച് ഇദ്ദേഹം എന്നെ കണക്ട് ആകുന്നില്ല. കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞു. ഇദ്ദേഹം 11 മാസം കപ്പലില്ല, മർച്ചന്റ് നേവിയില്ല. 1 മാസം വരും. അപ്പൊ ഇദ്ദേഹം ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവും അദ്ദേഹവും ഇല്ല. അദ്ദേഹത്തിന് ഭാര്യ പറയുന്നത് ഇദ്ദേഹമായിട്ട് യാതൊരു കണക്റ്റും ഇല്ല, ഒരു ബന്ധമില്ല. എന്നെ ശ്രവിക്കുവാനോ എന്നെ ശ്രദ്ധിക്കുവാനോ അദ്ദേഹത്തിന് സമയമില്ല. അപ്പൊ ആദ്യത്തെ കുടുംബ കോടതിയിലേക്ക് വരും. ആദ്യം കൗൺസിലിംഗ് ആണ്. പിന്നെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അപ്പൊ ഇദ്ദേഹം ഭയങ്കര പേടി. ഇവക്ക് എന്തിനാ വിവാഹമോചനം? ഞാൻ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇവക്ക് വേണ്ടിയിട്ട് ഗോവയിൽ ഫ്ലാറ്റ് ഉണ്ട്, ഡൽഹിയിൽ ഫ്ലാറ്റ് ഉണ്ട്, കൊച്ചിയിൽ ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ എല്ലാ മാസവും ഞാൻ 2 ലക്ഷം രൂപ ഇവക്ക് പോക്കറ്റ് മണിയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടത് ഇവക്ക്? ശരിയല്ലേ? പക്ഷെ ഭാര്യ പറഞ്ഞ എന്നെ ശ്രവിക്കുവാനോ എന്നെ ശ്രദ്ധിക്കുവാനോ എനിക്ക് ഈ മനുഷ്യന് സമയമില്ല. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരുടെ, എന്നെ ശ്രവിക്കുന്ന പുരുഷന്മാർ ഇപ്പോൾ 56 പേരുണ്ട്. എത്ര പുരുഷന്മാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരീത് കുഞ്ഞി സാറൊക്കെ ഉണ്ടോ? സാധാരണ സാർ എന്തെങ്കിലുമൊക്കെ പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാറൊക്കെയാണ്. ആണോ? അപ്പൊ ചോദ്യം ഇതാണ് സാറേ, ഈ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുൻഗണനാ ക്രമത്തിൽ ആദ്യം ചെലവഴിക്കേണ്ടത് എന്താ? ഓപ്ഷൻ എ സമ്പത്ത്, ഓപ്ഷൻ ബി സമയം. കറക്റ്റ്. ഇത് തന്നെയാണ്. ഇത് നാച്ചുറൽ ആണോ നർച്ചറാണോ? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ. പറഞ്ഞോളൂ, നാച്ചുറൽ ആണോ നർച്ചർ ആണോ? നർച്ചർ അല്ല. ഞാൻ വേറെ സിറ്റുവേഷൻ പറയാം. നാച്ചുറല്ല. കാരണം സ്ത്രീ ആഗ്രഹിക്കുന്ന സമയമാണ്. ഇദ്ദേഹത്തിന്റെ എന്തായിരുന്നു? ഭർത്താവ് വിചാരിച്ച ഞാൻ അവൾക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഭർത്താവ് അങ്ങനെ വിചാരിക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്ത്രീയും പുരുഷനും തുല്യരാണ്, ബട്ട് ഡിഫറെന്റ് ആണ്. ഈ ദാമ്പത്യ ബന്ധത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ എന്താണെന്ന് അറിയാമോ? ഭർത്താവ് ചിന്തിക്കുന്നത് എന്നെ പോലെ എന്റെ ഭാര്യ. അദ്ദേഹം ഈ 11 മാസം ഈ മർച്ചന്റ് നേവിയിലെ ഉയർന്ന എഞ്ചിനീയർ പറയുന്നത് 2 ലക്ഷം രൂപ മാസം അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ഗോവയിൽ ഫ്ലാറ്റ്, ഇവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ ഭാര്യ പറയുന്നത് എനിക്ക് ഇദ്ദേഹമായിട്ട് കണക്ട് ആകുന്നില്ല. കാരണം എന്നെ ശ്രദ്ധിക്കുവാനോ ശ്രദ്ധിക്കാനോ സമയമില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അത് നാച്ചുറല, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ്. ഇനി വേറെ കാര്യം നോക്കുക, മെൻ ആൻഡ് വുമൻ ആർ ഈക്വൽ ബട്ട് ഡിഫറെന്റ്. ഇനി വേറൊരു കേസ് ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാര്, ഇവിടെ ഉള്ള സഹോദരിമാരുണ്ട്. ഒരു പുരുഷന്റെ ഡോമിനന്റ് ഫീലിങ്സ് എന്തൊക്കെയാണെന്നറിയാം? ഒരു പുരുഷന്റെ ഡോമിനന്റ് ഫീലിങ്സും സ്ത്രീയുടെ ഡോമിനന്റ് ഫീലിങ്സും വ്യത്യാസം ഉണ്ടോ? പരിധി സാറേ ഉണ്ടോ? ഉണ്ടെങ്കിൽ പുരുഷന്റെ ഡോമിനന്റ് ഫീലിങ്സ് എന്താണ്? ഞാൻ എന്നെ ശ്രവിക്കുന്ന സപ്പോർട്ടിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ തന്നെ വളർത്തുന്ന അല്ലെങ്കിൽ തന്റെ കഴിവുകളെയൊക്കെ അംഗീകരിച്ച് പുകഴ്ത്തുന്ന ഒരു ഭാര്യയായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു ഇവിടെ ഇരിക്കുന്ന ജീവിത പങ്കാളിയായ സഹോദരിമാരോട് ചോദിക്കുകയാണ്, ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് 2 വഴിയുണ്ട്. അതാണ് ഡോമിനന്റ് ഫീലിങ്സ്. ഭക്ഷണം ഒന്ന് ഭക്ഷണം, ഭർത്താവിന്റെ മനസ്സിൽ കയറാം. രണ്ടേതാ പരിചയം സാറേ? 2 സെക്സ്. അത് തന്നെ. അതായത് നിങ്ങൾ ഇരിക്കേണ്ട കാര്യം അവിടെയാണ് വ്യത്യാസം വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് നർച്ചർ അല്ല, നാച്ചുറലാ. ഭർത്താവിനും ഏത് പുരുഷൻ ഉണ്ടാവും 2 ഡോമിനന്റ് ഫീലിങ്സ് ആണ്. വൺ ഈസ് ഹംഗ്രി, അതർ വൺ ഈസ് ഹോണി. ഹോണി മീൻസ് സെക്ഷൽ ഡ്രൈവ്. നിങ്ങളെ ഈ കേരളത്തിൽ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം, ഈ ഒരു ഫാദർ ജോസഫ് പുത്തമ്പരിക്കലിനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കുറച്ചു നാൾ കാപ്പിപ്പൊടി അച്ഛൻ എന്നാണ് അധികം പേരും വിളിക്കുന്നത്. കാപ്പിപ്പൊടി അച്ഛൻ പണ്ട് ഈ ദമ്പതികൾക്ക് സെമിനാർ നടത്തിയപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കൂട്ടി ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ ഇതാണ്. അദ്ദേഹം പറഞ്ഞ ദമ്പതികൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഇതാ ഒരു കാര്യമുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് 2 വഴിയാണ്. വൺ ഈസ് ത്രൂ സ്റ്റമക്, അതർ വൺ ഈസ് ത്രൂ സെക്സ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് ശരിയാണ്. കാരണം ഇവിടെ എല്ലാ സഹോദരിമാരും മനസ്സിലാക്കേണ്ടത്, ഞാൻ CWC ചെയർപേഴ്സൺ സമയത്ത് പോക്സോ കേസ് വരുന്നുണ്ട്. 78 വയസ്സുകാരൻ
12 വയസ്സുകാരെയും അല്ലെ 14 വയസ്സുകാരെയും അത് വേറെ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവും. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പൊ ഈ അച്ഛൻ, ഈ കാപ്പിപ്പൊടി അച്ഛൻ പറയുകയാണ്, ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ഭാര്യമാര് ഈ ഭർത്താവിന്റെ ഈ ആവശ്യം മനസ്സിലാക്കി വേണം നിങ്ങൾ പെരുമാറാൻ. അപ്പൊ അങ്ങനെ ഇത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവ് ഒരു പക്ഷേ 300-400 രൂപ കൊടുത്ത് പുറത്ത് കാര്യം സാധിക്കാൻ പോയാൽ നമ്മൾ ആ ഭർത്താവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ എന്ന് കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഒരു ചേട്ടൻ ചാടി എഴുതി ചോദിച്ചു, സാറ് അച്ഛൻ ഏത് കോത്താഴത്തിന് വരുന്നതെന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. അച്ഛോ 300-400 റേറ്റ് ഒക്കെ പോയി സർ അച്ഛോ, ഇപ്പൊ 1000-1500. അപ്പൊ ഇത് പറയാൻ കാരണം ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ അത് നർച്ചറല്ല, അത് നാച്ചുറലാ. ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ മനഃശാസ്ത്രം. രണ്ടാമത് അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡിഫറൻസസ്. നമ്മൾ ഇനി കുറെ ഡിഫറൻസ് കാണാൻ പോവാണ്. അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡിഫറൻസസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹാർമണി ഇൻ മാരേജ്. ദാമ്പത്യ ബന്ധത്തിൽ ഒത്തൊരുമിച്ച് ത്രൈവിംഗ് കപ്പിളായി മാറണമെങ്കിൽ ഈ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യത്യാസങ്ങളിലേക്ക് വരാം. ഇനി ആദ്യത്തെ നോക്കുക, അടുത്ത സ്ലൈഡ് നോക്കുക. ഷബാസ്മ, അടുത്ത സ്ലൈഡ്. ഇൻ ദ ഏരിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, എവരിബഡി കമ്മ്യൂണിക്കേറ്റ്സ് ബട്ട് ഓൺലി ഫ്യൂ കണക്ട്സ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മാൻ സ്പീക്സ് ടു സോൾവ് പ്രോബ്ലംസ്, വുമൺ സ്പീക്സ് ടു ഷെയർ ഫീലിങ്സ്. ശരിയാണോ തെറ്റാണോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ജോലി കഴിഞ്ഞ് വന്ന ഭാര്യ ഇപ്പൊ നോക്കുക, ഭാര്യ ജോലി കഴിഞ്ഞ് വരുന്നു, ഭാര്യ പറയുകയാണ്, ഒരു രക്ഷയില്ലാട്ടോ അവിടെ, ഇന്ന് ഭയങ്കര ഹെവി വർക്കായിരുന്നു. ഇപ്പൊ വന്നേക്ക് മാനേജറിന് ഭയങ്കര കഷ്ടം, അദ്ദേഹം ഒത്തിരി വർക്ക് ആയപ്പോ ഇന്നിപ്പോ 2 പേര് ലീവായിരുന്നു, വർക്ക് മുഴുവൻ തെറ്റു, ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും സമയമില്ല, ഞാൻ മടുത്തു, എനിക്ക് വയ്യ എന്ന് 2 പ്രാവശ്യം ഭാര്യ ഭർത്താവിന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഭാര്യയുടെ മനഃശാസ്ത്രം അറിയാൻ പാടാത്ത ഭർത്താവ് എന്ത് പറയുമെന്ന് അറിയാമോ? എന്തായിരിക്കും പറയാൻ പോകുന്നത്? നിനക്കവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്നാ ബാക്കി നീ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരാൻ പറയും. ഇനി ഈ എന്റെ മേരി മാം, ഈ ഭാര്യ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഈ പ്രശ്നം പറയുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ ഒരു പരിഹാര മാർഗമുണ്ട്. പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആണോ? അല്ല. ഞങ്ങൾ കേൾക്കുന്ന ഭർത്താക്കന്മാർ വിചാരിക്കണമെന്ന് അറിയാമോ? ഈ ഭാര്യ പറയുന്ന എല്ലാത്തിനും മറുപടി പറയണം, സൊല്യൂഷൻ കൊടുക്കണം. ഈ ഭർത്താവിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാ, പറയുന്ന എല്ലാം സൊല്യൂഷൻ കൊടുക്കുക. പക്ഷെ ഭാര്യ ഇത്രയും പറയുന്ന ഉദ്ദേശം എന്താ? എന്റെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർക്ക് അറിയാം, അല്ല ജീവിത പങ്കാളിക്ക് അറിയാം. ഷബാസ് മാം സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അറിയാം, ഇത് പറയുന്നത് സൊല്യൂഷന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ നോക്കുക, ഉദാഹരണം പറയാം. ഭർത്താവ് ഒരു പ്രോബ്ലം പറയുന്നു, ഭാര്യ ഒരു പ്രോബ്ലം പറയുന്നു, പുരുഷൻ എന്ത് ചെയ്യും? സൊല്യൂഷൻ കൊടുക്കും. അപ്പൊ ഭാര്യ വേറൊരു പ്രോബ്ലം പറയും, അതിന് പരിഹാരം കൊടുക്കും. പിന്നെ കുറെ കഴിയും പരിഹാരം ഇല്ലാത്ത പ്രശ്നം പറയും. ഭാര്യ കിടന്ന് ഉറങ്ങുകയും ചെയ്യും, ഭർത്താവ് സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ ഒരിക്കലും പറയുന്ന പ്രശ്നങ്ങൾക്ക് ജസ്റ്റ് ലിസൺ. ഇവിടെയാണ് നമ്മുടെ ഈ മെൻ ആർ ഫ്രം മാർസ്, വിമൺ ആർ ഫ്രം വീനസിലെ ജോൺ ഗ്രേ പറയുന്നുണ്ട്, ദാമ്പത്യ ബന്ധത്തിൽ ഭർത്താക്കന്മാർ സ്വീകരിക്കേണ്ട തെറാപ്പിയാണ് എന്തെന്ന് അറിയാമോ? എന്ത് തെറാപ്പിയാണ്? തെറാപ്പി. കേട്ടാ മതി, ഉടനെ മറുപടി കൊടുക്കണ്ട. കേൾക്കുമ്പോൾ തന്നെ 50% ഓഫ് ദ പ്രോബ്ലംസ് ആർ ഓവർ. ശരിയാണെങ്കിൽ സഹോദരിമാര്, മേരി മാഡം ശരിയാണെങ്കിൽ ഒന്ന് എസ് മാർക്ക് ചെയ്യുക. ബൈ ലിസണിങ് ടു യുവർ വൈഫ് 50% ഓഫ് ദ പ്രോബ്ലംസ് ആർ ഓവർ. താങ്ക് യു സോ മച്ച്. ഇത് ഓർത്തിരിക്കണം, ഇത് ഭർത്താക്കളെ ഓർത്തിരിക്കണം. കാരണം പലർക്കും ശ്രദ്ധിക്കാൻ സമയം, ഉടനെ മറുപടി പറയുക. അതാണ് ഏറ്റവും വലിയ ദാമ്പത്യം. ഭാര്യ അവർക്ക്, കാരണം വുമൺ സ്പീക്സ് ടു ഷെയർ ദ ഫീലിങ്സ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്നത് they speak same language. സ്ത്രീയും പുരുഷനും ഒരേ ലാംഗ്വേജ് വിത്ത് ഡിഫറെന്റ് മീനിങ്സ് എന്ന് പറയുന്നത്. മെൻ ആർ ഫ്രം മാർസിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, they speak same language with different meanings. ഉദാഹരണം പറയാം, നമ്മൾ ഉടുക്കാനൊന്നുമില്ല എന്ന് ഭർത്താവ് പറയുന്നു, ഉടുക്കാനൊന്നുമില്ല എന്ന് ഭാര്യ പറയുന്നു.
ഈ രണ്ടിന്റെ അർത്ഥം എന്താ? ആർക്ക് വേണമെങ്കിൽ പറയാം. ഭർത്താവ് പറയാണ് ഉടുക്കാനൊന്നുമില്ല, അർത്ഥം എന്താ? ഭാര്യ പറയുക ഉടുക്കാനൊന്നുമില്ല, അർത്ഥം എന്താ? ആർക്ക് വേണമെങ്കിൽ പറയാം. ഒരു റെസ്പോൺസും ഇല്ലേ? രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണോ? പരീക്ഷ സാറേ, രണ്ടിന്റെ അർത്ഥം ഒരുപോലെയാണോ? ഒന്നുകൂടി പറ, ചോദ്യം ഒന്നുകൂടി പറ. ചോദ്യം സാർ അതിനിടയ്ക്ക് ഉടുക്കാൻ പോയോ? ഉടുക്കാൻ ഒന്നുമില്ല എന്ന് ഭർത്താവ് പറയുന്നു വിചാരിക്കുക. നമ്മൾ പറഞ്ഞിട്ടില്ലേ, അയ്യോ ഇന്ന് ഉടുക്കാനൊന്നുമില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഫംഗ്ഷന് പോകാന്ന് വിചാരിക്കുക, അടുത്ത മാസം ഏതെങ്കിലും കൂട്ടുകാരുടെ മകന്റെ കല്യാണം എന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതമൊക്കെ ഭാര്യ, അയ്യോ അടുത്ത മാസം കല്യാണം എന്ത് കൊടുക്കും എന്ന് പറയുന്ന ഡയലോഗ്. ഉടുക്കാനൊന്നും ഇല്ലല്ലോ, അതിന്റെ അർത്ഥം എന്താ? ഭാര്യക്ക് ഇതുവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാത്ത ഡ്രസ് ഇല്ല എന്നാണ്. കറക്റ്റ്. താങ്ക് യു ഷബാസ് മാം. നേരെ മറിച്ച് ഞങ്ങൾ പുരുഷന്മാര് പറയുമ്പോൾ അർത്ഥം എന്താണെന്നറിയാം? പരീക്ഷ സാറ് രാവിലെ അടിമാലിക്ക് ഭാര്യയോട് പറയും ഉടുക്കാനെന്ന് പറയുമ്പോൾ അലക്കി തേച്ചതൊന്നുമില്ല എന്ന് അർത്ഥം വരുന്നത്. അർത്ഥ വ്യത്യാസമുണ്ട്. സ്പീക്ക് സെയിം ലാംഗ്വേജ് വിത്ത് ഡിഫറെന്റ് മീനിങ്സ്. ഇതിൽ നിന്നും നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? മാൻ ഈസ് ഡയറക്റ്റ്. സഹോദരിമാരെ, ഞങ്ങൾ പുരുഷന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വാ. കാരണം തിരിച്ച് അല്പസ്വല്പം വളവൊക്കെ ഉണ്ട്, കാരണം അതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഭർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ സഹോദരിമാരെ അവൻ പറയുന്ന വാക്കുകൾ മാത്രം കേട്ടാൽ മതി. നേരെ മറിച്ച് പുരുഷന്മാര് മനസ്സിലാക്കേണ്ടത് ഭാര്യയെ മനസ്സിലാക്കണമെങ്കിൽ അവൾ പറയുന്ന വാക്കുകൾ മാത്രം കേട്ടാൽ പോരാ, ആ വാക്കുകൾക്ക് പിറകിലുള്ള വികാരം മനസ്സിലാക്കണം. അവിടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിലേക്ക് നോക്കി വായിച്ചെടുക്കണം. അതാ പറയുന്നത് മാൻ ഈസ് ഡയറക്റ്റ്, വുമൺ ഈസ് പറഞ്ഞോ ഇൻഡയറക്റ്റ്. ഇനി അടുത്ത നോക്കുക, ഇതിന്റെ ഇമോഷണൽ എക്സ്പ്രഷൻസ് വരുന്നു. ഇമോഷൻ നോക്കുക, നമുക്കറിയാം നമ്മുടെ തിങ്കിങ് കൊണ്ട് ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻ ബഹുമായിരുന്നു. ഇമോഷൻ എക്സ്പ്രഷനിലേക്ക് വരുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ നോക്കാം. ഇതെല്ലാം നർച്ചർ ആണെന്ന് പറയുന്നത്. നർച്ചർ ഉണ്ടാകാം, പക്ഷെ നാച്ചുറൽ ആണ്. ഈ രണ്ടും കൂടെ സമന്വയിച്ചേ പോകുന്നു കേട്ടോ. നേച്ചറും നർച്ചറും ഒരുമിച്ചാ പോകുന്നത്. ഇനി നോക്കുക, മാൻ ഈസ് റിസർവ്ഡ് ആൻഡ് ഇന്റേണൽ, വുമൺ ഈസ് എക്സ്പ്രസീവ് ആൻഡ് വെർബൽ. ഇത് അറിയണമെങ്കിൽ ഉണ്ടല്ലോ, ഈ ഇമോഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ മരണ വീട്ടിൽ ചെന്നാൽ മതി. ഈ വാവിട്ട് കരയുന്ന ആരാ? പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീ. അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ട് സഹോദരിമാരോടാണ്. സഹോദരിമാര് എന്തുകൊണ്ട് പുരുഷൻ വാവിട്ട് കരയുന്നില്ല? സപ്രസ് ചെയ്യുന്നു. ഒരു ഇതുണ്ട്, പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല എന്നുള്ളൊരു സൊസൈറ്റിയുടെ ഒരു പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ഇതുണ്ട്. അതുണ്ട്, അത് ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. അതുകൊണ്ട് അത് കണ്ടീഷൻഡ് ആണ്, എൻവയോൺമെന്റ് ഉണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് റാഷണൽ മൈൻഡ്. ഇപ്പൊ നോക്കുക, ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ പിന്നെ ഫരീദ് കുഞ്ഞി സാറ് മാറ്റോ താമസിക്കുന്നു. സാറിന്റെ റിലേറ്റീവ് മലപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക, വളരെ ക്ലോസ് റിലേറ്റീവ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ റിലേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക മലപ്പുറത്ത്. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ച ആള് മരിച്ചുപോയെന്ന് വാർത്ത കിട്ടും. അപ്പൊ ഭാര്യയും കരയുന്നു. അപ്പൊ ഭാര്യയും കരഞ്ഞപ്പോ ഫരീദ് നിസാർ കരയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്തും? ഒരാള് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എത്തൂല്ലോ. ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് പോകാം എന്ന് വെച്ചാൽ അവിടെ റാഷണൽ മൈൻഡ് ഒരു സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷനിൽ റാഷണൽ മൈൻഡ് അല്പം കൂടുതലാണ്. ശരിയാണോ അല്ലയോ? നേരെ മറിച്ച് സ്ത്രീക്ക് ഇമോഷണൽ മൈൻഡ്. ഞാൻ ജസ്റ്റ് ഒരു സംഭവം, കുറച്ച് നാൾ മുമ്പ്, ജസ്റ്റ് പേഴ്സണൽ സ്റ്റോറിയാണ്. എനിക്കും ഭാര്യയ്ക്കും ഒരുപോലെ വേണ്ടപ്പെട്ട വ്യക്തി മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരുപോലെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്, മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വൈകുന്നേരം മെസ്സേജ് വന്നു, ICUയിൽ അഡ്മിറ്റഡാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം 7-8 മണി സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ആ സമയത്ത് മെസ്സേജ് വന്നു, ഹീസ് നോ മോർ. എനിക്ക് ഭാര്യയ്ക്കും ഒരുപോലെ വേണ്ടപ്പെട്ട വ്യക്തി മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഒരാൾ വാവിട്ട് കരഞ്ഞു. ആരായിരിക്കും? ഞാനാണോ ഭാര്യയാണോ? സംശയമില്ല, ഭാര്യ. എന്റെ കയ്യിൽ ഭക്ഷണം ഇരിക്കുന്നു. എന്റെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടാ. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഇരിക്കുന്നു, ഇതേ സാഹചര്യം നിങ്ങൾക്കുണ്ടാവും വിചാരിക്കുക. അടുത്തിരിക്കുന്ന ജീവിത പങ്കാളി ഭാര്യ കരയുന്നു. പരീക്ഷ സാർ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് അവളുടെ ആ ഫീലിങ്സിനോ
ഒപ്പം കരയാന്നല്ല, അവരിപ്പോ അതൊക്കെ തട്ടി ആശ്വസിപ്പിക്കും അല്ലേ? ആശ്വസിപ്പിക്കും അല്ലേ? നമുക്ക് അവിടെ പോകാം എന്ന് പറയും. ഭക്ഷണം കഴിച്ചാൽ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാ ശരി, താങ്ക് യു സോ മച്ച്. നടന്ന സംഭവം കേൾക്കണം സാറേ. ഭാര്യ കരയുന്നു. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഈ CWSൽ വന്ന ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയ്ക്ക് ഗ്യാപ്പ് സൃഷ്ടിക്കുക. കാരണം ഈ 3 വർഷം CWSലായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടവർ. ആദ്യമൊക്കെ ഞാൻ ചാടി ബഹളം വയ്ക്കുമായിരുന്നു. പിന്നീട് സ്റ്റിമുലസും റെസ്പോൺസും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പ്രകോപനം ഉണ്ടായാലും എൻ്റെ റെസ്പോൺസ് ആഫ്റ്റർ 1 മിനിറ്റിന് ശേഷമാണ്. ഒരു മനസ്സുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്, ഏകദേശം നടപ്പാക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഭാര്യ കരയുന്നു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ 1 മിനിറ്റ് കണ്ണടച്ച് 1 മിനിറ്റ്, ഒരു 10-30-40 സെക്കൻഡ് കണ്ണടച്ച് കഴിഞ്ഞ ശേഷം കണ്ണ് തുറന്ന് ഇപ്പൊ പരീകുഞ്ഞ് സാറ് പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു അറിയാമോ? അത്യന്തം ഹൃദയഭേദകമായിരുന്നു. മേരിമാം, എന്തായിരുന്നു അറിയാമോ? എൻ്റെ ഭാര്യ വേഗം എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് കരയും, പിന്നെ ഭക്ഷണം കഴിക്കും, വേഗം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അല്പം വിഷമം വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ തടസ്സം ഉണ്ടാവില്ല. ഒരു തടസ്സമില്ല. നേരെ താങ്ക് യു മേരിമാം. നേരെ മറിച്ച് മേരിമാം, നിങ്ങൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പുരുഷനെയും ലോകത്ത് കാണില്ല, ഒരിക്കലും കാണില്ല. ഒന്നുകിലും അവൻ കരയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും. ഈ രണ്ടും ഞങ്ങൾക്ക് സാധ്യമല്ല കേട്ടോ. ശരിയാണോ പരീകുഞ്ഞ് സാറേ? കരഞ്ഞോണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇമോഷണലായിട്ട് അവർ ഇതായതുകൊണ്ട് ഈ സാധാരണ ദാമ്പത്യം നിങ്ങൾ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് അല്ലെങ്കിൽ അവർ പറയേണ്ടത് ഇത് പല പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണം ഇത് പുരുഷൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആദ്യ നാളുകൾ നമുക്ക് തോന്നിയില്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അവൾ മോങ്ങാൻ തുടങ്ങി എന്നൊക്കെ ചെറു പറയാറില്ലേ? ചെറിയ നിസ്സാര കാര്യം മതി, സെൻസിറ്റീവാ, അത് നിസ്സാര കാര്യം മതി. പ്രത്യേകിച്ച് സഹോദരിമാരെ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് യു, ഒരു സ്ത്രീക്ക് കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ആകാശദൂത് കണ്ടാൽ അവർ കരയും അല്ലേ? പിന്നെ ആവേശം കണ്ടാലും കരയും. അപ്പൊ കരയാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. നേരെ മറിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ CWSയിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ ചില ഭർത്താക്കന്മാർ വന്ന് കരയാറുണ്ട്. പക്ഷെ അവർ കരയുന്ന റീസൺ എന്താ അറിയാം? നാട്ടുകാർ തല്ലിയെന്നോ അവർ തല്ലിയെന്നല്ല. പുരുഷൻ കരയുന്നുണ്ടെങ്കിൽ അതിന് പറയില്ല ഒരേ ഒരു കാരണം ആരാന്നറിയാം? ആരായിരിക്കാം? പറഞ്ഞോ, ചാറ്റ് ബോക്സിൽ പറഞ്ഞോ. അത് ഭാര്യ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നോക്കുക, ഏരിയസ് ഓഫ് തിങ്കിങ്ങിൽ വ്യത്യാസമുണ്ട്. തിങ്കിങ്ങിൽ ഏറെ വ്യത്യാസമുണ്ട്. അതായത് ഉദാഹരണത്തിന് ഞാൻ തിങ്കിങ്ങിൽ ഇൻഡ്യൂറ്റീവ് ആണ്, ഫോക്കസ്ഡ് ആണെന്നൊക്കെ പറയുമ്പോൾ നോക്കുക, വേറെ സിറ്റുവേഷൻസ് എടുക്കാം. നിങ്ങളുടെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ മകള് എന്നും 6 മണിക്ക് വീട്ടിൽ വരേണ്ട വൈകുന്നേരം. ഒരു ദിവസം വന്നപ്പോൾ സമയം 8 മണിയായി. നിങ്ങൾ ആകെ ടെൻഷൻ, അപ്പനും അമ്മയ്ക്കും ടെൻഷൻ. അപ്പനും അമ്മയും ടെൻഷൻ അടിച്ച സമയത്താണ് 8 മണി 2 മണി കഴിഞ്ഞ് വരുന്നു. ഈ 2 പേരുടെയും പ്രതികരണം ഒരുപോലെ ആയിരിക്കുമോ? കമാ ടെൽ മീ. അല്ല. യെസ്, ബീനമാം കറക്റ്റ്. ഞാനുടെ പ്രതികരണമായിരിക്കും ഹൈലി ഇമോഷണൽ. അമ്മയുടെ അല്ലേ? അപ്പന്റെ പ്രതികരണം എന്താ മോളെ? സൊല്യൂഷൻ കണ്ടെത്തുന്നു. കുറച്ചേരം ഫോക്കസ്ഡ് ആയിട്ട് നോക്കാം, ലോജിക്കലായിരിക്കും. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഓവർവെൽമിംഗ് ആയിരിക്കും. കാരണം ശ്രദ്ധിക്കുക, അവിടെ ഇമോഷണൽ ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത കാര്യം നോക്കുക, നെക്സ്റ്റ് വൺ നോക്കുക, ഇൻ ദ ഏരിയ ഓഫ് സ്ട്രെസ്സിന്റെ മേഖലയിൽ നോക്കുക. സ്ട്രെസ് വരുന്നു. ഞാൻ വേറൊരു സിറ്റുവേഷൻ എടുക്കാം. നമുക്ക് ഇതൊക്കെ നമ്മൾ കാരണം ഇത് വിവാഹത്തിന് ശേഷം 2 പേരും ജോലിക്ക് പോകുന്നവരാ. അവിടെ ദൈനംദിന ജീവിതം എടുക്കുക. 2 പേരും എല്ലാവരും ജോലിക്ക് പോകുന്നവരാ. ഉദാഹരണം നോക്കുക, അവർക്ക് പറയുക ഒരു സിറ്റുവേഷൻ കൊടുക്കുക, എന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും 8 മണിക്ക് വരുന്ന ഭർത്താവാ, അല്ല 7 മണിക്ക് വരുന്ന ഭർത്താവിനെ കാണുന്നില്ല, വിളിച്ചും പറഞ്ഞില്ല. 7 കാണുന്നില്ല, ഭാര്യയ്ക്ക് ടെൻഷൻ. 8 മണിയായിട്ടും കാണുന്നില്ല. അപ്പോഴും വിളിച്ചും പറയുന്നു, ഫോൺ എടുക്കുന്നില്ല. 8:30-9 മണിയായപ്പോൾ കയറി വരിക. അപ്പോൾ വരുമ്പോ മുഖത്താകെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്തോ ടെൻസ്, എന്തോ സ്ട്രെസ്ഡ് ആണെന്ന് വിചാരിക്കുക. ഈ സിറ്റുവേഷനെ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യണം? നിങ്ങൾ ഇത്രയും നാളും എവിടെയായിരുന്നു മനുഷ്യൻ? അത് നാച്ചുറൽ ആയിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? എന്താന്ന് ചോദിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇത് പ്രോബിങ് ക്വസ്റ്റ്യൻസാ.
ഇത് പ്രോബിംഗ് ക്വസ്റ്റ്യൻസാ. ഇനി ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വരുന്ന വഴി ചോദിക്കുന്നു, നിങ്ങൾ അവിടെ പോയിരുന്നു, നിങ്ങൾ എന്താ താമസിച്ച് ഇങ്ങനെയൊക്കെ വരുന്ന വഴി ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണോ? ഫരീദ് സാറേ, ഇഷ്ടമാണോ? അല്ല. ചോദിക്കുന്ന സ്റ്റൈൽ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പൊ സ്നേഹത്തോടെ ചോദിക്കുവാൻ നിൽക്കുന്ന എന്ത് വൈകി പോയി ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അതിനകത്ത് കുഴപ്പമില്ലല്ലോ. സ്നേഹത്തോടെ വേറെ കാര്യം ചോദിക്കാമല്ലോ. ചോദിക്കാമല്ലോ, ഇക്കയ്ക്ക് ഇപ്പൊ എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ഇത് മാംഗോ ഫ്രൂട്ട് എടുക്കണോ അതോ? അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾ ഇത്രയും നേരം ആരുടെ കൂടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വന്നു കഴിയുമ്പോൾ എനിക്ക് കാരണം ഇവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എന്താ കുടിക്കാൻ എടുക്കേണ്ടത്. അതായത് ഈ താമസിച്ച് വരുന്ന ഭർത്താവിന്റെ അണ്ണാക്കിലേക്ക് തിരി കയറ്റി കൊടുക്കുക, അവൻ സന്തോഷമായിരുന്നു. അവനെ വെറുതെ വിട്ടേക്കുക കുറച്ച് നേരത്തേക്ക്. അതായത് പുരുഷന് സ്ട്രെസ് വരുമ്പോൾ അവന് പ്രത്യേക സിറ്റുവേഷൻ ആണെങ്കിൽ അവനെ പുറകെ നടന്ന് ശല്യപ്പെടുത്താതിരിക്കുക, അവനെ വെറുതെ കുറെ സമയം വെറുതെ വിട്ടേക്കുക, ഒരു 1/4 മണിക്കൂർ വെറുതെ വിട്ടേക്കുക. അവിടെയാണ് ഈ ജോൺ ഗ്രേ പറയുന്നത്, men are from Mars, women are from Venus, men go to caves എന്ന് പറയുന്നത്. men go to caves. ഒരു സ്ട്രെസ് വരുമ്പോൾ അവരെന്ത് ചെയ്തു, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. കുറെ കഴിയുമ്പോൾ അവർ ശാന്തമാകുമ്പോൾ ചോദിക്കുക, ഇപ്പൊ സാറ് പറഞ്ഞാൽ ശാന്തമാകുമ്പോൾ ചോദിക്കുക, അല്ല എന്ത് പറ്റി ഇന്ന് ഇത്രയും വിഷമമായല്ലോ പതുക്കെ. അല്ല വന്ന വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് അത് ഇഷ്ടമല്ല. അവന് ലീവ് ഹിം എലോൺ, അവന് വെറുതെ വിട്ടേക്കുക. അതായത് ഹി ഗോ ടു കേവ്സ് എന്ന് പറയുന്നത്. നീ നേരെ മറിച്ച് പുരുഷന്മാർ മനസ്സിലാക്കി, ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ആ സ്ട്രെസ് എങ്കിലും ഉണ്ടല്ലോ ചോദിക്കണം. എന്ത് ചോദിക്കണം? എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്താ വിഷമം, അത് പറഞ്ഞു തീർക്കണം. അവരെ സംസാരിക്കാൻ അനുവദിക്കുക, അത് കേൾക്കുക. വെറുതെ കേട്ടോണ്ടിരിക്കുക, വെറുതെ സിമ്പിൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ചില സ്ട്രെസ് പോകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്ട്രെസ് എലിമിനേറ്റ് ചെയ്യാൻ രണ്ടുപേരും 2 മാർഗമാണ്. ഒരാൾ ഒറ്റയ്ക്കങ്ങ് വിട്ടേക്കുക കുറെ സമയം, മറ്റേ ആളുടെ പിറകെ ഇരിക്കുക, ശ്രവിക്കുക. ഉപദേശം വേണ്ട, ശ്രവിക്കുക. ലിസൺ. ഞാൻ പറഞ്ഞ ഹാ ഹു ഹു ഹാ എങ്ങനെയുണ്ട് ഹാ, അതായത് ആ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കുക, that is in the area of stress response, man withdraws or stays silent, cave mode, woman seeks connection. In the area of prime need ഉണ്ട്, രണ്ടുപേർക്കും പ്രൈം നീഡ് ഉണ്ട്. Man needs respect and appreciation, woman needs love and emotional closeness. നോക്കുക, man needs respect and appreciation. നമുക്കറിയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സാധാരണ പറയാറുണ്ട് ഒരു സാധനം കൂടുതൽ, പുരുഷന്മാർക്ക് ഒരു സാധനം കൂടുതൽ. അതെന്താണെന്ന് ഇവിടെയുള്ള സഹോദരിമാരൊന്ന് പറഞ്ഞു തരണം. ക്ലൂ വേണമെങ്കിൽ ചോദിക്കാം. ഇത് പറയുന്ന പുരുഷന് കാരണം രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ വ്യത്യാസമുണ്ട്. പുരുഷന് ഒരു സാധനം കൂടുതലാണ്. ഞാൻ ക്ലൂ തരാം. അഭിമാനം ഏകദേശമൊക്കെ ശരിയായി വരും. ഇപ്പൊ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഞങ്ങൾ പുരുഷന്മാർക്ക് പോകുന്ന വഴിക്ക്, ഇപ്പൊ എറണാകുളത്ത്, ഞാൻ എറണാകുളത്ത്, അതിലെ പോകുന്ന വഴിക്ക് ആള് മാറി കൊട്ടേഷൻ സംഘം വന്ന് നമ്മൾ തല്ലിയിട്ട് പോയി, ഉദാഹരണം പറയുക, തല്ലിയിട്ട് പോയി വിചാരിക്കും. നമുക്ക് ആള് മാറി തല്ലി കിട്ടി വിചാരിക്കാം. ഒരു മനുഷ്യനും കണ്ടില്ല. വിചാരിച്ച് ചോദിക്കാം, എന്ത് പറ്റി, തല്ല് കിട്ടിയെന്ന് പറയുകയോ അതോ സ്കൂട്ടറിന് വീണെന്ന് പറയുക? സത്യം പറ. അത് തന്നെ ഈ 3 letter വേർഡ് ഉണ്ട്. ഏതാണെന്നറിയോ? ഈഗോ. ഈഗോ ഒക്കെ നല്ലതാ, പക്ഷെ ഈഗോ ഇസ് എ 3 letter വേർഡ്. അത് എക്സസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് അനദർ 12 letter വേർഡ്. ഏതാണെന്നറിയാം? ഈഗോ എക്സസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് അനദർ 12 letter വേർഡ്. ഏതാ? റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്കറിയാം, അതുകൊണ്ട് പറയണം. അതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ മറ്റു പുരുഷന്മാരുമായിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഒരു പുരുഷനോട് പറയുകയാണെങ്കിൽ, മനുഷ്യൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ 2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, ഞങ്ങൾക്ക് കഴിവില്ല. രണ്ടാമത് അപകടകരട്ടോ, ലൈംഗിക ശേഷി ഇല്ല എന്നുകൂടി അവൻ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അപകടത്തിലേക്ക് പോകും, വേറെയുള്ള ചില റിലേഷൻഷിപ്പിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ അവൻ അംഗീകാരം ആഗ്രഹിക്കുന്നു, റെക്കഗ്നീഷൻ, അപ്രീസിയേഷൻ. അപ്പൊ പറയുന്നത് നമുക്കറിയാം, സാധാരണ കുടുംബത്തിലുള്ള ഒരു സിറ്റുവേഷൻ എടുക്കുക. ഇപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അപ്പന്മാര് പറയുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയുന്ന ഡയലോഗ് ഉണ്ട്, നിനക്കറിയാമോ ഈ വീട് ആരുണ്ടാക്കിയെന്ന്, നിനക്കറിയാമോ എന്തിനും അധ്വാനിക്കുന്നുണ്ടെന്ന്. ഇതിന് പറയുന്ന കാരണം എന്താ? ഹി ക്രൈവ്സ് ഫോർ
റെക്കഗ്നീഷൻ, റെസ്പെക്ട്. ഇത് മനസ്സിലാക്കുക. ആ റെക്കഗ്നീഷൻ വെച്ച് കഴിഞ്ഞാൽ അവ ഇത്രയും ഉള്ളൂ. ഇടയ്ക്ക് പറയണം, മനുഷ്യൻ നിങ്ങളൊരു മഹാസംഭവമാട്ടോ. ഭർത്താവിന് പറയും, ഓ നിങ്ങൾ വലിയ കാര്യമായിട്ട് ചെയ്ത്. ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ അങ്ങനെ പൊങ്ങിപ്പൊക്കോളും. അവൻ്റെ ഭയങ്കര ഈഗോ ബൂസ്റ്റിങ്, ഭയങ്കരമായിട്ട് ആഗ്രഹം എന്നോ. അങ്ങനെ ഒരു ദിവസം 10 നല്ല കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. അവന് പിന്നെ ഒരു പ്രശ്നം, ഹാപ്പി, വളരെ ഹാപ്പിയും വളരെ എനർജറ്റിക്കും ആയിരിക്കും. ഇനി നേരെ മറിച്ച് വുമൺ നീഡ്സ് ലവ് ആൻഡ് ഇമോഷണൽ ക്ലോസ്നെസ്. ഷീ നീഡ്സ് ലവ് ആൻഡ് ഇമോഷണൽ ക്ലോസ്നെസ്. നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് സ്ത്രീ നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കും. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹത്തിന്റെ ഭാഷ അവസാനം പറയാം. ഇദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയെക്കുറിച്ച് അവസാനം സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ അടുത്ത് നോക്കുക, നെക്സ്റ്റ് വൺ നോക്കുക. മാൻ ഫർഗെറ്റ്സ് ആൻഡ് ഫർഗീവ്സ്. പുരുഷൻ മറക്കും പൊറുക്കും. കാരണം അവന് ഒരു GB മാത്രമേ ഉള്ളൂ തലയിൽ. വുമൺ അങ്ങനെയല്ല. റീറ്റെയിൻസ് ഹർട്ട് ആൻഡ് ടേക്സ് ടൈം ടു ഫർഗീവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും തലച്ചോറ് വ്യത്യാസമുണ്ട്. ഈ സ്ത്രീയുടെ തലച്ചോറിന്റെ ഘടന ഇടതുവശമുണ്ട്, വലതുവശമുണ്ട്. എന്താ പ്രത്യേകത അറിയാം? രണ്ടും ഒരേ സമയം ആക്റ്റീവാണ്. ഈ രണ്ടും ഒരേ സമയം ആക്റ്റീവ് ആയതുകൊണ്ട് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. അതുകൊണ്ട് പലപ്പോഴും പുരുഷന്മാർക്ക് ഈ ലിസണിങ് എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതിനോട് യോജിക്കുന്ന പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അത് പൊതുവെ ഭാര്യയെ ശ്രവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം പലപ്പോഴും വരും, അല്ല സാറേ, എളുപ്പമുള്ള കാര്യമേ അല്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു സ്ത്രീയുടെ ഇടതുവശവും വലതുവശവും ഒരേ സമയം ആക്റ്റീവ് ആയതുകൊണ്ട് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. ഇത് പ്രോസസ് ചെയ്യാൻ പുരുഷന്മാർക്ക് കഴിയില്ല. ഇനി സഹോദരിമാരെ, ഒരു പുരുഷന്റെ ഒന്നുമില്ല അവൻ ഇടതുവശം ആക്റ്റീവാ അല്ലെ വലതുവശം. ഇപ്പൊ ഞങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ പത്രം മാത്രമേ വായിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങൾ വന്ന് പറയുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആട്ടോ. അപ്പൊ ഞങ്ങൾ ചോദിക്കും, എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയും അട്ടും കാട്ടോ എന്ന് പറയും, നീ ഇങ്ങോട്ട് തൊളാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും ശ്രവിക്കാറില്ല. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പലതും ശ്രവിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് രഹസ്യവും ഭർത്താക്കന്മാരോട് പറയാം. കാര്യം എന്നറിയോ? അവര് പലതും കേൾക്കില്ല. കേട്ടിട്ട് വേണ്ട ആരുടെയെങ്കിലും പറയാൻ. അതാ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം. പിന്നെ ഇതിന്റെ വരുന്ന ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ പ്രോബ്ലം. ഇടതുവശവും വലതുവശവും ഈ രണ്ടും ഒരേ സമയം ആക്റ്റീവ് ആയതുകൊണ്ട് മൾട്ടി ടാസ്കിങ് സ്ത്രീകൾക്ക് പൊതുവെ ശരിയാണോ മേരിമാം? ശരിയാണോ? മേരിമാം മാത്രമേ ശരിയല്ല. അതുകൊണ്ട് ഗുണമുണ്ട് അല്ലേ? മാമൊക്കെ പോയ സമയത്ത് ജോലിയുള്ള സമയത്ത് നല്ല സ്പീഡിലൊക്കെ അല്ലേ, നല്ല സ്പീഡിൽ ഒരു സമയത്ത് ദോശ ഉണ്ടാക്കുന്നു, വേറെ സമയത്ത് ചമ്മന്തി അരയ്ക്കുന്നു, ആ സമയത്ത് വെള്ളം മിക്സി ഓൺ ചെയ്യുന്നു, പല ജോലി ചെയ്തിട്ടില്ലേ അടുക്കളയല്ല ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അത് നല്ലതാണ്. പക്ഷെ അത് സ്പീഡുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ പറയുക? പെർഫെക്ഷൻ ഉണ്ടാകില്ല. പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്ക് നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും ചായയിൽ ഈ സാമ്പാറിൽ ഇടേണ്ട എന്താണ് ഇത് സാമ്പാറിൽ ഇടേണ്ട ഉപ്പ് പൊടി എന്ത് ചെയ്യും? ഉപ്പ് വേണമെങ്കിൽ ചായയിൽ ഇട്ടിട്ട് കൊണ്ട് തരും. കാരണം എല്ലാം സ്പീഡാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാര് ഒരു മുൻകൂർ ജാമ്യം എടുത്താൽ മതി. ഇത് പറയുക, ഏതെങ്കിലും കാരണവശാൽ അടുക്കളയിലെ കറി മോശമാണെങ്കിൽ പറഞ്ഞാൽ മതി, മൾട്ടി ടാസ്കിങ് ആണ്, എന്റെ കുഴപ്പമല്ല ബ്രെയിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക. അടുത്ത മാൻ ഈസ് അഡ്വഞ്ചറസ്, വുമൺ ഈസ് കോഷ്യസ്. മാൻ ഈസ് അഡ്വഞ്ചറസ്, വുമൺ ഈസ് കോഷ്യസ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടെ കുറച്ച് മുമ്പ് ആലിസ് മാം പ്രഗ്നൻസിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് ഹോർമോൺസിനെ കുറിച്ച്, സ്ത്രീയെ ഈ പെട്ടെന്ന് ഈ സ്വഭാവം മാറുന്ന പോസ്റ്റ്മോർട്ടം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പെട്ടെന്ന് സ്വഭാവം മാറുന്ന ചോദ്യം പുരുഷന്മാരുടെ, പെട്ടെന്ന് മൂഡ് വ്യത്യാസം ഉണ്ടാകുന്ന ആരുടെ? പുരുഷന്റെ ആണോ സ്ത്രീയുടെ ആണോ? പുരുഷന്മാരുടെ, സ്ത്രീയുടെ തന്നെയാണ്. യെസ്, താങ്ക് യു സർ. ഞങ്ങൾ പുരുഷന്മാരുടെ സ്വഭാവം മാറുന്ന എപ്പോഴാണെന്നറിയോ? മാസാവസാനത്തിലാണ്, അല്ലെങ്കിൽ വയറ് കാലിയാവുമ്പോൾ, അല്ലെ പോക്കറ്റ് കാലിയാവുമ്പോൾ, അല്ലെ വയറ്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പോക്കറ്റ് കാലിയാവുമ്പോൾ, അല്ലെ വയറ് കാലിയുമ്പോൾ സ്വഭാവം മാറും പുരുഷന്റെ സ്വഭാവം. നേരെ മറിച്ച് സ്ത്രീയുടെ സ്വഭാവം മാറുന്ന മാസം ആദ്യത്തിലാണ്. ആ മാസം ആദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മാതൃത്വം എന്ന ദൈവികമായ ദാനം ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് ശാരീരിക മാനസിക, അതായത് സ്ത്രീയും രണ്ട് ഹോർമോൺ ഉണ്ട്. ഒന്ന് ഈസ്ട്രജൻ, മറ്റൊന്ന് പ്രൊജസ്ട്രോൺ. നേരെ മറിച്ച് പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ.
അപ്പൊ എന്താ പ്രശ്നം? ഈസ്റ്ററിന്റെ അളവ് കൂടിയിരിക്കുമ്പോൾ ശാന്തമായി പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഈസ്റ്ററിന്റെ അളവ് കൂടിയിരിക്കുമ്പോൾ ശാന്തമായ സ്വഭാവം, ഹൃദ്യമായ പെരുമാറ്റം. നേരെ പ്രൊജസ്റ്റം കൂടിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കടിക്കുന്ന പട്ടി ഉണ്ടെങ്കിൽ എഴുതി വെക്കാം, എന്ത് പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതുപോലെ ഇവർക്ക് എഴുതി വെക്കാൻ പറ്റുമോ, എന്റെ ഭർത്താവ് ഇന്ന് പോരെ, ഇന്നത്തെ സ്പെഷ്യൽ ഈസ്ട്രജൻ, യു ആർ വെൽക്കം, ഇന്നത്തെ സ്പെഷ്യൽ പ്രൊജസ്ട്രോൺ, പ്രബലമാണ്. ഇനി വേറെയും ചില പ്രശ്നമുണ്ട്. എന്താ? കുടുംബത്തിൽ ഭാര്യ മാത്രമല്ല ഉള്ളത്, അമ്മായിമ്മയുണ്ട്, നാത്തൂനുണ്ട്, ഇങ്ങനെ വരാം. അതായത് ഭാര്യയ്ക്ക് ഈസ്ട്രജൻ, ശാന്തമായ സ്വഭാവം, ഹൃദ്യമായ പെരുമാറ്റം. ഭർത്താവിന്റെ പെങ്ങൾക്ക് പകുതി ഈസ്ട്രജനും പകുതി പ്രൊജസ്ട്രോൺ, അമ്മായിമ്മക്ക് മുഴുവൻ പ്രൊജസ്ട്രോൺ. അങ്ങനെ ഒരു 3 കുടുംബത്തിലുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കാം? അതുകൊണ്ടാണ് നരവംശാസ്ത്രജ്ഞ, എന്റെ വോട്ടല്ല, നരവംശാസ്ത്രജ്ഞയായ മാർഗറ്റ് മീഡ് പറയുന്നത്, സഹോദരിമാരെ ക്ഷമിക്കണം, നോ 2 women can live, അവിടെ കോട്ടാണ് കേട്ടോ, നോ 2, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്, നോ 2 women can live peacefully under the same roof. ഒരേ മേൽക്കൂരയ്ക്ക് താഴെ 2 സ്ത്രീകൾക്ക് സമാധാനമാണ് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാർഗറ്റ് മീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് മൂഡ് വ്യത്യാസം ഉണ്ടാവുന്നു. ഇവിടെ മാൻ ഈസ് അഡ്വഞ്ചറസ്, അവൻ ഈ ടെസ്റ്റോസ്റ്ററോൺ കൊണ്ട് ചാടും. ഉദാഹരണം നോക്കുക, വീടിന്റെ പുറത്ത് ഇപ്പൊ രാത്രി കൂരാക്കൂരി ഇട്ട വീടിന്റെ പുറത്തിരുന്ന് ഒരുത്തന്നെ ആരോ അതിൽ മൂവ് ചെയ്യുന്നു, വേഗം ഭാരടാന്ന് പറഞ്ഞു ചാടി ആരിറങ്ങും? ഭർത്താവ് ഇറങ്ങും. വൈദ്യുതി സാർ ഇറങ്ങൂല്ലേ? ആ ഭാഗത്ത് വീടിന്റെ മുമ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ രാത്രി, അപ്പൊ ആ സമയത്ത് ഭാര്യ സാറിന് പറയും, ഇക്ക നോക്ക്, അവന്റെ കയ്യിൽ കത്തി വല്ലതും ഉണ്ടോ, കോഷ്യസ്. അപ്പൊ ഭർത്താവ് അഡ്വഞ്ചറസ് ആണ്, ഭാര്യ കോഷ്യസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? ഈ 2 പേരുടെയും പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകങ്ങളാ. ഹാർട്ടും ഹെഡും ഉണ്ട്. യെസ് സർ, എനി ക്വസ്റ്റ്യൻസ്? സർ, ഭർത്താവിന് പകരം ഭാര്യയാണ് ആദ്യം ഇറങ്ങണമെങ്കിലോ? ഭർത്താവിന് പകരം അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. ഞാൻ രാജീവ് സാറേ, ഇത് പറയുന്നത് 100% ആപ്ലിക്കബിൾ ആണ് നിർബന്ധമില്ല. ഒരു 60-70% ആപ്ലിക്കബിൾ ആവുള്ളൂ. അങ്ങനെയുള്ളവരും ഉണ്ടാവും. ചില കേസുകളിൽ, എല്ലാ കേസും വരില്ല, സാധാരണ ഒരു എല്ലാ കേസും, ഭൂരിപക്ഷം കേസുകളിൽ ഭർത്താവായിരിക്കും ഇറങ്ങുന്നത്. അപൂർവം ചില കേസുകളിൽ ഭാര്യ ഇറങ്ങുന്ന കേസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമുണ്ട് ഞാൻ വായിച്ചത്, നമ്മുടെ ബാബു അബ്രഹത്തിന്റെ കമ്പിളി കണ്ടത്തിലെ കൽഭരണികൾ, നമ്മുടെ ഇവിടെയുള്ള അടിമാലി അടുത്ത്. അപ്പൊ അതിന്റെ യെസ്, അവിടെ അപ്പൻ ഉപേക്ഷിച്ച് പോയപ്പോ അമ്മ അവിടെ വന്നു. അത് വളരെ സ്പെസിഫിക് കേസാണ്, എല്ലാ കേസും അല്ല, വളരെ പ്രത്യേകിച്ച് കേസാണ്. അത് മാത്രമല്ല, പള്ളി വികാരിച്ചും നാട്ടുകാരും ഒക്കെ പിള്ളേരെ ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാലസദനിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോഴും ഈ അമ്മ അരിവാളെടുത്തു എന്ന് പറഞ്ഞ്, ഉണ്ണിയാർച്ചയെ പോലെ. അങ്ങനെ എല്ലാവരും എടുക്കില്ല. അങ്ങനെ സാജി സാർ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ പൊതുവെ വുമൺ ഈസ് കോഷ്യസ്. വേറെ ഒന്നും വേണ്ട. ഇവൻ ചാടി ഇറങ്ങും, പുരുഷൻ അഡ്വഞ്ചറസാ. പക്ഷെ അത് ചെയ്യണം കേട്ടോ, നോക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും കോഷ്യസാ. ഞാൻ വേറെ ഒരു ജസ്റ്റ് കാര്യം, ഞാൻ സംഭവം നീണ്ടു പോകുന്നത്, അതായത് സ്ത്രീകൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്. ഞാൻ എൻ്റെ വീട് പൊത്താനിക്കാടാ, പൈങ്ങോട്ടൂരാ, പരിവിനി സാറിന് അറിയാം. ഞങ്ങളുടെ നാട്ടിലുണ്ടായ സംഭവം, ഞാൻ താമസം കളമശ്ശേരിയില്ല. ഒരു ഭാര്യ ഭർത്താവും അവിടെ കല്യാണാലോചന വന്ന മുംബൈയിൽ നിന്ന് കുറെ നാളുകൾക്ക് മുമ്പാ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇൻറ്റ്യൂഷനുള്ള സ്ത്രീകൾക്ക് എന്നുള്ളത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അറിയില്ല, കുറെ വർഷം മുമ്പ് കാര്യമാണ്. ചെറുക്കൻ മുംബൈയിലാണ്, സ്വന്തമായ ഫ്ലാറ്റ് ഉണ്ട്, ഇതെല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട്, CA കാരനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു. പെൺകുട്ടി മാത്രമേ ഉള്ളൂ. കണ്ടു പോയി, സന്തോഷമായി, കല്യാണം. അപ്പൊ ബ്രോക്കർ വന്നു പറഞ്ഞ് ഇക്കാരൻ നടക്കും. അപ്പനൊക്കെ സന്തോഷമായി, പെണ്ണിന്റെ അപ്പനൊക്കെ. പെണ്ണിന്റെ അമ്മ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, കാര്യം പറഞ്ഞാൽ CA കാരനൊക്കെയാണ് ബോംബെ, പക്ഷെ അവന്റെ ഒരു കള്ള ദൃഷ്ടിയാന്ന് പറഞ്ഞു. ഇൻറ്റ്യൂഷൻ അത്. ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എന്താ, ഇവൻ അവിടെ ഫ്ലാറ്റ് ഉണ്ട്, കാറുണ്ട്, CA കാരനുണ്ട്, ഇവൻ ഏറെ ഭാര്യ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും അങ്ങനെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ കല്യാണം കഴിക്കാൻ വരുന്നത്. ഇത് കണ്ടുപിടിച്ച ഇതാ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീക്ക് ഇൻറ്റ്യൂഷൻ, അതുകൊണ്ട് തന്നെ ഈ 6th സെൻസ് ഉള്ളത് സ്ത്രീകൾക്ക് ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ ഒരുമിച്ചുള്ള തീരുമാനം ഇപ്പോഴും മസ്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. മാൻ ഹാസ് ലെസ് കേപ്പബിലിറ്റി ടു എൻഡ്യൂർ പെയിൻ ഓർ ഹാർഡ്ഷിപ്സ്, വുമൺ ഹാസ് ഗ്രേറ്റർ എബിലിറ്റി ടു എൻഡ്യൂർ പെയിൻ ആൻഡ് ഹാർഡ്ഷിപ്സ്. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ വേദന ഏതാന്ന് അറിയാം അല്ലെ? ഏറ്റവും വലിയ വേദന ഏതാ? ഡെലിവറി പെയിൻ. ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരു പ്രാവശ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും പ്രസവിക്കുകയില്ല. കാരണം നിസ്സാര കാര്യം വന്നാൽ അറിയാമല്ലോ, പുരുഷന് എന്തെങ്കിലും ചെറിയ കോൾഡ് വന്നാൽ മതി, അയ്യോ പറഞ്ഞുകൊണ്ട് പെയിൻ സഹിക്കാനുള്ള ഇതൊക്കെ ഇതായാലും സഹിക്കാനില്ല. അത് ഒരു പ്രത്യേകതയാണ്, അത് പുരുഷന്റെ പ്രത്യേകത തന്നെ ഭാര്യ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കുക. അടുത്ത് നോക്കുക. മാൻ ഈസ് ഔട്ട്ഡോർ ആനിമൽ, വുമൺ ഈസ്
ഇൻഡോർ ആനിമൽ. എന്താ ഉദ്ദേശം? ഇവിടെ നോക്കുന്ന ഒറ്റ കാര്യം ഇതാണ്. ഈ പുരുഷന്റെ ഹൃദയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്റെ ഹൃദയം ഇപ്പൊ സമയം 52, ഇപ്പോൾ സമയം 10:05, ഇപ്പോൾ 52 പേരുണ്ട്. നമ്പർ കുറയുന്ന സമയത്ത് ഞാൻ ക്ലാസ് നിർത്തും. ഓക്കെ, കാരണം നമുക്ക് 10 മണി കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകുന്ന നമ്മൾ PPT തന്നാക്കാം. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. മാൻ ഈസ് ഔട്ട്ഡോർ ആനിമൽ, വുമൺ ഈസ് ഇൻഡോർ ആനിമൽ. എന്താ പ്രശ്നം എന്നറിയും? ഈ പ്രത്യേകിച്ച് ഈ പുരുഷന്റെ ഹൃദയം വിശാലമാണ്, പറഞ്ഞു കൊടുക്കണം. നേരെ മറിച്ച് ഈ സ്ത്രീയുടെ ഹൃദയം അത്ര വിശാലമല്ല. പുരുഷന്റെ ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്റെ ഹൃദയം വിശാലമാണ്. അവന്റെ ഹൃദയത്തിൽ ആ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്, ആ ജില്ല മുഴുവനുണ്ട്, കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും അവിടെയുണ്ട്. നേരെ മറിച്ച് സ്ത്രീയുടെ ഹൃദയം അത്ര വിശാലമൊന്നുമല്ല. ഞാനും സാറേ അതിനെ ഒരു എക്സാമ്പിൾ പറയാറുള്ളത്, ഈ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സുഹൃത്തുക്കളെ ഇഷ്ടമല്ല, പക്ഷെ ഭർത്താവിന് ഭാര്യയുടെ പെൺസുഹൃത്തുക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നതാണ്. അത് കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സാറേ. അത് കുറച്ച് അതാ പറഞ്ഞ. അതേ വിവാഹത്തിന് ശേഷം സാറേ, താങ്ക് യു വെരി മച്ച്. ഈ വിവാഹത്തിന് ശേഷം ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ചെറിയ ലോകമാണ്, പുരുഷന്റെ ലോകം വിശാലമാണ്. അപ്പൊ എന്താ, ഞാനും എൻ്റെ ആളും, പിന്നെ 40 പേരൊന്നുമില്ല, ഞാനും എൻ്റെ ഭർത്താവും. ഇതാണ്, അതായത് വിവാഹത്തിന് ശേഷം ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ ഹൃദയം അത്ര വിശാലമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അനാവശ്യമായ പൊസസീവ്നെസ്സിലേക്ക് പോകും. കാരണം ഇത്രയും വളരെ സിമ്പിളാ. എപ്പോഴും പറഞ്ഞു കൊടുക്കണം, എപ്പോഴും ഭർത്താവിന്റെ ജീവിതത്തിൽ 1ാം സ്ഥാനം ഭാര്യ പ്രതീക്ഷിക്കരുത്. അവന് ഉദാഹരണം നോക്കുക, അവന് പല കരിയർ അംബിഷൻസ് ആകാം. ഇപ്പൊ ഇതുപോലെ ക്ലാസ്സുകൾ രാവിലെ വൈകുന്നേരം കേട്ടോണ്ടിരിക്കും. അല്ലെങ്കിൽ ഡിസംബർ മാസം ഇനിയിപ്പോ നോക്കുക, ഇന്നിപ്പോ ഡിസംബർ 20-ാം തീയതി, 11 ദിവസം ഡിസംബർ 30-ാം തീയതി വരും. ഡിസംബർ 30-ാം തീയതി വരുമ്പോൾ ഏത് ഭർത്താവിന്റെയും ജീവിതത്തിൽ 1ാം സ്ഥാനം ആർക്കാ? ഭാര്യയ്ക്കാണോ അതോ കൂട്ടുകാർക്കായിരിക്കോ? സത്യം പറ. കൂട്ടുകാർക്ക്. അത് മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ദിവസവും 1ാം സ്ഥാനം പ്രതീക്ഷിക്കരുത്. കാരണം പുരുഷന്റെ ഹൃദയം അത് ഔട്ട്ഡോർ ആനിമലാ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, മാൻ ഓവർ എസ്റ്റിമേറ്റ് സെൽഫ്, വുമൺ അണ്ടർ എസ്റ്റിമേറ്റ് സെൽഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക, ഇവന് സെൽഫ് എന്നുള്ളത് ഭയങ്കരമാണ്. ഞാൻ ഈഗോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈഗോ, ഇൻഫ്ലേറ്റഡ് ഈഗോ ആയി പുരുഷന്. അതുകൊണ്ടാണ് പറയാ, അത് ഉള്ളത് അവന്റെ രക്തത്തിലുള്ള. കാരണം അതുകൊണ്ട് തന്നെ അവന്റെ കമ്പാരിസൺ ഇഷ്ടമല്ല. അടുത്തത് നോക്കുക, നെക്സ്റ്റ് വൺ. അടുത്തത് ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഇപ്പോ, മാൻ ലുക്സ് അറ്റ് മാക്രോ ലെവൽ. കാട് കാണുന്നു. വുമൺ ലുക്സ് അറ്റ് മൈക്രോ ലെവൽ. സ്ത്രീ കാണുന്ന മരം കാണുന്ന വ്യത്യാസമുണ്ട്. സ്ത്രീക്ക് ടണൽ വിഷനാണ്. അടുത്തത്, മാൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫൈനൽ റിസൾട്ട്. അവന് എങ്ങനെയെങ്കിലും റിസൾട്ട് കിട്ടിയാൽ മതി. പക്ഷെ ഈ വിശദാംശങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വുമൺ, സ്ത്രീയുടെ പ്രത്യേകതയാണ്. പിന്നെ മാൻ ഫീൽസ് ലൗഡ്. ശ്രദ്ധിക്കുക, അടുത്തത് നോക്കുക, മാൻ ഫീൽസ് ലൗഡ് വെൻ ഹി ഈസ് റെസ്പെക്റ്റഡ്. അവനെ അംഗീകാരം കൊടുക്കുമ്പോഴാണ് അവന് തോന്നുള്ളൂ. വുമൺ ഫീൽസ് റെസ്പെക്റ്റഡ് വെൻ ഷീ ഈസ് ലൗഡ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതായത് കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഞാൻ വേറെ ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഭർത്താവ് പറഞ്ഞല്ലോ ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഉദാഹരണം, ജന്മദിനം വരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവസരോചിതമായൊരു വാക്ക്, ഒരു നോട്ടം, ഒരു താങ്ങ്, അവളുടെ ജന്മദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവളുടെ മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ മരിച്ചുപോയ മാതാപിതാക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ എന്തെങ്കിലും ഉണ്ടാവുന്ന അവളുടെ അപ്പനും അമ്മേനും വിളിക്കും. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, പിന്നെ ഈ മരിച്ചുപോയ ആൾക്കാർ വിളിച്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ ബുദ്ധിശൂന്യരായ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ അവർ തമ്മിൽ, ഹൃദയങ്ങൾ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇനി അടുത്ത നെക്സ്റ്റ് വൺ നോക്കുക, മാൻ ഹാസ് സ്ട്രോങ് ഈഗോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാസ് സ്ട്രോങ് ഈഗോ, വുമൺ ഈസ് മോർ അക്കോമഡേറ്റീവ്. സ്ട്രോങ് ഈഗോ എന്ന്. ഇനി അടുത്ത ഏരിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ തന്നെയും അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ബെഡ്റൂം സൈക്കോളജി. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ബെഡ്റൂം സൈക്കോളജി? അതായത് ഞാൻ 2 സെന്റൻസ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. സമയം 10 ആകുന്നു. അതായത് കിടപ്പറ ശരിയായാൽ എല്ലാം ശരിയായി. ഒരു സെന്റൻസ്.
അടുത്ത സെന്റൻസ്, എല്ലാം ശരിയായാലേ കിടപ്പറ ശരിയാകൂ. ചോദ്യം ഇതാണ്, ഈ എല്ലാം ശരിയായാലേ കിടപ്പറ ശരിയാകൂ എന്ന് പറയുന്നതും കിടപ്പറ ശരിയായാൽ എല്ലാം ശരിയായി എന്ന് പറയുന്നതും രണ്ടിന്റെ അർത്ഥം ഒന്നാണോ അതോ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ എല്ലാം ശരിയായാലേ കിടപ്പറ ശരിയാകൂ, അത് ആരുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു? അത് സ്ത്രീകളുടെ മനോഭാവം. കറക്റ്റ്. അത് സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് man loves for sex, for woman sex is for love. പുരുഷൻ കാമത്തിലൂടെ സ്നേഹത്തിലേക്ക് എത്തുമ്പോൾ ഭാര്യ കാമത്തിലൂടെ സ്നേഹത്തിലേക്ക് എത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബയോളജിക്കൽ നീഡ്. അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്ന ആരോഗ്യമുള്ള ഏത് ഭർത്താവിനും ഈ ആഗ്രഹം ഉണ്ടാകും. ഇത് മനസ്സിലാക്കി ഭാര്യ കിടന്നുറങ്ങാൻ പോകണം. അങ്ങനെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു ഭർത്താവ് മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കിത് ബയോളജി ആണെങ്കിൽ ഭാര്യയ്ക്ക് അത് കെമിസ്ട്രിയാണ്. ഇവിടെയാണ് ഉൾക്കാഴ്ച വേണ്ടത്. എനിക്ക് പുരുഷന് ബയോളജിയാ, പക്ഷെ ഭാര്യയ്ക്ക് കെമിസ്ട്രിയാ. അവിടെയാണ് സഹോദരിമാർ പുരുഷന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മാൻ നീഡ്സ് എ പ്ലേസ് ടു ഹാവ് എ സെക്സ് എന്ന് പറയുന്നത്. മാൻ നീഡ്സ് എ പ്ലേസ് ടു ഹാവ് എ സെക്സ്. ഫോർ വുമൺ ഷീ നീഡ്സ് എ റീസൺ. അവൾക്ക് റീസൺ വേണം. അതാണ് അവളെ സ്നേഹിക്കുന്ന ഭർത്താവുമായിട്ട് പുരുഷനുമായിട്ട് മാത്രമേ അവൾ ലൈംഗിക വെച്ച് താല്പര്യം ഉണ്ടാവും, വേറെ താല്പര്യം ഉണ്ടാവും. ഇനി ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, സ്നേഹത്തിന്റെ ചില ക്വാളിറ്റീസ് ഉണ്ട്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹത്തിന്റെ 5 ഭാഷകളുണ്ട് കേട്ടോ. 5 ഭാഷകൾ ഇവിടെ അറിയാവുന്നവരാണ്. ഗാരി ചാപ്മന്റെ 5 ഭാഷകൾ: 1 സ്പർശനം, 2 സംഭാഷണം, 3 സമയം, 4 സേവനം, 5 സമ്മാനം. സ്നേഹത്തിന്റെ 5 ഭാഷകളാ. അത് ചോദിക്കണം. ഓരോ വ്യക്തിയുടെ സ്നേഹത്തിന്റെ ഭാഷ വ്യത്യാസമുണ്ട്. അത് ചെയ്യിക്കേണ്ടതാ. ചിലർക്ക് സ്പർശനമാകാം, എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടുന്ന. ചിലർക്ക് സംഭാഷണമാകാം, നല്ലത് കേൾക്കാനാകാം, ശ്രവിക്കാനാകാം. ചിലർക്ക് സമയമാകാം, അടുത്തായിരിക്കുക. അതാ ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞത്. ചിലർക്ക് സേവനമാകാം. സേവനം ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരെന്താ, ഭർത്താവ് എനിക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തന്നെ, ഭാര്യ എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നെ, സേവനം. തിരിച്ചാകാം, ഭാര്യയെ സഹായിക്കുന്നു, അത് സേവനമാകാം. പിന്നെ സമ്മാനമാകാം, ബർത്ത്ഡേ ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റുകളാകാം. സ്നേഹത്തിന്റെ ഭാഷ 5 എണ്ണമുണ്ട് ഗാരി ചാപ്മന്റെ. ഓക്കെ, അപ്പോൾ ഭാര്യ സ്നേഹത്തിലൂടെ കാമത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ സ്നേഹം ദീർഘക്ഷമയുള്ളതാന്ന് പറയുന്നുണ്ട്. ഈ ദീർഘക്ഷമ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയെന്നറിയാമോ? കിടപ്പറയില്ല. അതായത് ഞാൻ ഈ ക്ലാസ്സിൽ ഇവിടെ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഏതാണെന്നറിയോ? ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ ആക്രാന്തം കാണിക്കരുത്. 3 ഘട്ടങ്ങളുണ്ട്. 1 ഫോർ പ്ലേ, 2 മെയിൻ പ്ലേ, 3 ആഫ്റ്റർ പ്ലേ. ഇത് പറഞ്ഞു കൊടുക്കണം. പുരുഷൻ ഇത് അങ്ങനെയല്ല. പുരുഷൻ വിചാരിക്കുക എന്നെ പോലെ എൻ്റെ ഭാര്യ. പുരുഷന്റെ ബയോളജിയാണ്, ഇവിടെ കെമിസ്ട്രിയാ. സെറ്റ് ചെയ്ത് വരണം. ഇനി മറ്റൊരു കാര്യം നോക്കുക, ഈ ലൈംഗിക വികാരത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ആരാന്നറിയാം? ബൾബ. സ്വിച്ച് ഇട്ടാൽ ഉടനെ കത്തും. ഭാര്യ ആരാ? അയൺ ബോക്സാ. സ്വിച്ച് ഇട്ടാൽ കടന്ന് ചൂടാവുക. ചൂടായാൽ 1.5 ചൂടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴേക്ക് അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെ രസകരമായി തോന്നി. കാരണം ഇത് പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ക്രിക്കറ്റ് കളി കാണാൻ താല്പര്യമുള്ളവർ കൈവക്കാൻ പറയാം. അവർ പറയും ചിലർ പറയും 2020 ഇഷ്ടമാണ്, ചിലർക്ക് 1 ഡേ ഇഷ്ടമാണ്, ചിലർക്ക് ടെസ്റ്റ് ഇഷ്ടമാണ്. അപ്പൊ എന്താ 2020? അവർ കളി പെട്ടെന്ന് തീരും, തുടക്കം മുതൽ അടിയാണ്, വളരെ ഫാസ്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ 2 എണ്ണേ ഉള്ളൂ, ഒന്ന് 2020 അല്ലെ ടെസ്റ്റ്. അപ്പൊ ഏതാ കിടപ്പറയിൽ ഏത് വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പറയും, ഇത് കഴിഞ്ഞിട്ട് പറയും ടെസ്റ്റ് മതി, 2020 വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, പുരുഷന്റെ ജന്മ സ്വഭാവം 2020. അപ്പൊ ടെസ്റ്റിന് ആരെയും ഫസ്റ്റ് ബോൾ 6 അടിക്കാറില്ല. അപ്പൊ സാവധാന ക്ഷമ പരിശീലിക്കുക. കാര്യം എന്താ? സ്നേഹം പ്രകടിപ്പിക്കുക. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികതയിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെ സമീപനങ്ങൾ വ്യത്യാസമുണ്ട്. പുരുഷൻ അത് ബയോളജി ആണെങ്കിൽ സ്ത്രീക്ക് അത് കെമിസ്ട്രിയാണ്. അതിനെന്ത് ചെയ്യണം? പേഷ്യൻസ് ഭർത്താവ് പ്രാക്ടീസ് ചെയ്യണം. കിടപ്പറയിൽ സ്നേഹം പ്രകടിപ്പിക്കണം, സ്നേഹത്തിന്റെ ഭാഷ. ഈ വിഷയം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി ഓഫ് മാൻ വുമൺ. ഭർത്താവ് ഭാര്യയുടെ മനസ്സ് അറിയണം, ഭാര്യ ഭർത്താവിന്റെ മനസ്സറിയണം. ഇത് നാച്ചുറലാകാം, നർച്ചറാകാം. ഈ നാച്ചുറലായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ അറിയണം. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും
ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് അറിവ് വേണം, പരിശീലനം വേണം. കാരണം വെള്ളത്തിന്റെ കെമിക്കൽ കോമ്പിനേഷൻ ഹൈഡ്രജൻ ഓക്സിജനാണ്. അത് ഇവിടെ വെച്ച് കളമശ്ശേരിയിൽ വെച്ചായാലും കൊയിലാണ്ടിയിൽ വെച്ചായാലും കോഴിക്കോട് വെച്ചായാലും കോതമംഗലത്ത് വെച്ചായാലും മാറില്ല. പക്ഷെ എല്ലാ വിവാഹത്തോടെ എല്ലാ ദമ്പതികളും ആയുഷ്കാലം വരെ സന്തോഷകരമായ ദാമ്പത്യവും നയിക്കുന്നില്ല. അതിനെന്ത് വേണം? അറിവ് വേണം, പരിശീലനം. ഓക്കെ, ഇത്രയും ദിവസം എന്നെ ശ്രമിച്ച ഈ 3 ദിവസങ്ങളിലും കൊച്ചി പോസിറ്റീവ് കപ്പിൽ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കൊണ്ട് ചാറ്റ് ബോക്സിലാകാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു വിൻസെന്റ് സാർ. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നയിച്ചതിന് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു.